പടിഞ്ഞാറൻ ഇറാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ വ്യാപകമായ ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ ഇസ്രായേലി യുദ്ധത്തിന് രണ്ടാഴ്ചയിലേറെയായിട്ടും ഞായറാഴ്ച പടിഞ്ഞാറൻ ഇറാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഇത് പ്രാദേശിക സംഘർഷത്തിൽ വലിയ വർധനവിന് കാരണമായിരിക്കുകയാണ്. കുറച്ചുകാലം മുൻപ് പടിഞ്ഞാറൻ ഇറാനിലെ ഇറാനിയൻ ഭീകര ഭരണകൂടത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് IDF വ്യാപകമായ ആക്രമണ പരമ്പര ആരംഭിച്ചുവെന്നും സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. മിഡിൽ ഈസ്റ്റ് യുദ്ധം ആരംഭിച്ച് രണ്ടാഴ്ചയിലേറെയായി ഇസ്രായേലുമായി സഹകരിക്കുന്നുവെന്ന് സംശയിച്ച് ഇറാനിയൻ അധികൃതർ രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് കുറഞ്ഞത് 20 പേരെ അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തു. പശ്ചിമ അസർബൈജാൻ പ്രവിശ്യയിൽ ഇസ്രായേലുമായി ബന്ധമുള്ള നെറ്റ്വർക്കുകളിൽ നടത്തിയ റെയ്ഡിനിടെയാണ് അറസ്റ്റ് നടന്നതെന്നും പ്രവിശ്യ പ്രോസിക്യൂട്ടർ ഹൊസൈൻ മജീദിയെ ഉദ്ധരിച്ച് ഫ്രാൻസ് വാർത്താ ഏജൻസി പറഞ്ഞു. സൈനിക നിയമപാലക സുരക്ഷാ സ്ഥലങ്ങളുടെ വിശദാംശങ്ങൾ സൈനിസ്റ്റ് ശത്രുവിന് അയക്കുന്നതായും കണ്ടെത്തിയതിനെ തുടർന്ന് 20ഓളം പേരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തുവെന്നും അത് കൂട്ടിച്ചേർത്തു. ഇറാനിലുടനീളം അധികൃതർ വ്യാപകമായ റെയ്ഡുകൾ നടത്തി ഇസ്രായേലുമായും അമേരിക്കയുമായും സഹകരിക്കുന്നുവെന്ന് സംശയിക്കുന്ന 100 കണക്കിന് ആളുകളെ സമീപ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിരന്തരമായ ഈ ഭീഷണികൾക്ക് മറുപടിയായി അവസാന മണിക്കൂറിനുള്ളിൽ തെക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി വന്ന 2 വ്യത്യസ്ത മിസൈൽ തരംഗങ്ങളെ ഇസ്രായേലി വ്യോമ പ്രതിരോധ സേന വിജയകരമായി നിർവീര്യമാക്കി. ഈ തടസ്സങ്ങൾ ജനവാസ മേഖലകളിലെ നാശനഷ്ടങ്ങൾ തടഞ്ഞു. അതേസമയം ഈ പ്രത്യേക സംഭവങ്ങളിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഹോം ഫ്രണ്ട് കമാൻഡ് അറിയിച്ചു. അതേസമയം ലെബനനിൽ നിന്നും വിക്ഷേപിച്ച ഒരു പ്രൊജക്ടൈൽ കാരണം മധ്യ ഇസ്രായേലിനുടനീളം സൈറണുകൾ മുഴങ്ങി. തെക്കൻ മേഖലയെ ലക്ഷ്യം വെച്ചുള്ള കൂടുതൽ റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ അധികൃതർ അടുത്തിടെ കണ്ടെത്തിയതിനെ തുടർന്ന് താമസക്കാർക്ക് ഉടൻ അഭയം തേടാൻ അടിയന്തര നിർദ്ദേശം നൽകി. ഇറാനിലെ 2 മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ മരണത്തിനിടയാക്കിയ ടെഹ്റാനിൽ ഇസ്രായേലി വ്യോമസേന നടത്തിയ ഉന്നതതല ഓപ്പറേഷനെ തുടർന്നാണ് വ്യോമാക്രമണത്തിൽ ഈ വർധനവുണ്ടായത്. എക്സിലെ ഒരു പോസ്റ്റിൽ IDF സ്ഥിരീകരിച്ചു ഒഴിവാക്കപ്പെട്ടു. ഖദം അൽ അൻബിയ എമർജൻസി കമാൻഡിലെ മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരായ അബ്ദുള്ള ജലാലി നസാബും അമീർ ശരിയത്തും ഇറാനിയൻ ഇന്റലിജൻസ് സമൂഹത്തിലെ പ്രധാന വ്യക്തികളെന്നും ഭരണകൂട നേതൃത്വത്തിന്റെ അടുത്ത കൂട്ടാളികളെന്നുമാണ് സൈന്യം ഈ ജോഡിയെ വിശേഷിപ്പിച്ചത്. ഓപ്പറേഷൻ റോറിംഗ് ലൈനിൽ നേരത്തെ കൊല്ലപ്പെട്ട സാലിഹ് അസദിക്ക് പകരക്കാരനായി നിയമിതരായ ശേഷമാണ് കൃത്യത ആക്രമണം പുരുഷന്മാരെ ലക്ഷ്യമിട്ടെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിനെതിരായ ഇറാന്റെ സൈനിക തീരുമാനമെടുക്കലിനെ ലക്ഷ്യമിട്ട് ഖദം അൽ അൻബിയ കമാൻഡ് നിർണായകമാണ്. ഈ വിശാലമായ ക്യാമ്പയിന്റെ ഭാഗമായി 100 കണക്കിന് IAF വിമാനങ്ങൾ ഇപ്പോൾ 180-ലധികം ഇറാനിയൻ സർക്കാർ ലക്ഷ്യങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെന്നും സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ പറഞ്ഞു. ഈ ബഹുമുഖ ഇടപെടലുകൾ ശക്തമാകുമ്പോൾ US-ഉമായുള്ള സംയുക്ത പ്രവർത്തനങ്ങൾ തുടരുമെന്നും IDF സ്ഥിരീകരിച്ചു. അസ്തിത്വ ഭീഷണിയെ നിർവീര്യമാക്കുന്നതിനുള്ള ദീർഘകാല ദൗത്യത്തിന് ഇസ്രായേൽ തയ്യാറാണെന്ന് IDF വക്താവ് ലഫ്റ്റനന്റ് ബെൻ കോഹൻ ANI-യോട് വ്യക്തമാക്കി. ഞാൻ പ്രത്യേക സമയപരിധിയൊന്നും നൽകുന്നില്ല, പക്ഷേ അസ്തിത്വ ഭീഷണി നമ്മൾ ഇല്ലാതാക്കിയെന്നറിയുന്നത് വരെ നമ്മൾ മുന്നോട്ട് പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയും, കോഹൻ പറഞ്ഞു. ഇസ്രായേൽ ദീർഘകാല യുദ്ധങ്ങൾ ഒഴിവാക്കുന്നുണ്ടെങ്കിലും നിലവിലെ ഭീഷണിയുടെ വ്യാപ്തി ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ വിപുലമായ ഒരു പ്രവർത്തനം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.